SFIOയുടെ അന്വേഷണം അത് ഏതൊക്കെ തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയ 12 കമ്പനികൾ, അത് നേരത്തെ ആ കമ്പനികളുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇവരൊക്കെ മതിയായ രേഖകൾ കോടതി ആവശ്യപ്പെട്ട രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ അക്കാര്യത്തിൽ? ഉമേഷ്, ഇതിൽ ഏതാനും കമ്പനികൾ ചില വിവരങ്ങൾ, അതായത് എക്സലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുഴുവൻ കമ്പനികളും ഇത് സംബന്ധിച്ച രേഖകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്തിനാണ് എക്സലോജിക്ക്, വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക്കിന് തങ്ങൾ പണം നൽകിയത് എന്നത് വ്യക്തമാക്കുന്ന ഇൻവോയ്സുകളോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നും തന്നെ, വർക്ക് ഓർഡറോ ഒന്നും തന്നെ അവർ നൽകാൻ തയ്യാറായിട്ടില്ല. ഇന്ന് സമയപരിധി തീരുമ്പോൾ ഇതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. നൽകിയ ആളുകളെ സംബന്ധിച്ചുള്ള രേഖകളുടെ പരിശോധന, നൽകാത്തവരുടെ സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നു എന്നത് സംബന്ധിച്ച് മറ്റു ആളുകളെ ചോദ്യം ചെയ്തും മൊഴികൾ രേഖപ്പെടുത്തിയുമുള്ള അന്വേഷണം എന്നിവയിലേക്ക് SFIO അന്വേഷണ സംഘം കടക്കുക. കാരണം എക്സലോജിക്ക് CMRലുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും യാതൊരു സേവനവും IT കമ്പനി എന്ന നിലയിൽ നൽകാതെ CMRL 1,72,00,000 രൂപ 2016-2017 കാലഘട്ടത്തിൽ വീണ വിജയന്റെ എക്സലോജിക്കിന് നൽകിയതുമെല്ലാമായിരുന്നു ഈ അന്വേഷണത്തിലേക്ക് നയിച്ചത്. പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാര സമിതി, ഇന്ത്യൻ ടാക്സ് തർക്കപരിഹാര സമിതി കണ്ടെത്തിയതും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും സുതാര്യതയില്ല എന്ന് അവർ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് SFIOയുടെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം സമഗ്രമായി അന്വേഷിക്കാൻ വിശദമായ ചോദ്യം ചെയ്യൽ, റെയ്ഡുകൾ, ആവശ്യമെങ്കിൽ അറസ്റ്റ് നടപടികൾ എല്ലാം അധികാരമുള്ള SFIOയിലേക്ക് അന്വേഷണം എത്തുന്നത്. അന്വേഷണം എത്തിയതിനു ശേഷം ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്ത നടപടി എന്ന് പറയുന്നത് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയായിരുന്നു. കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം CMRലിന്റെ കമ്പനിയിൽ പരിശോധന നടത്തി അവിടെ നിന്ന് നിരവധി രേഖകൾ പിടിച്ചെടുത്തു. സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പിടിച്ചെടുത്തു. അതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി. അതിനുശേഷം മറ്റ് സ്ഥാപനങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട KSIDC അടക്കമുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളുകയും ചെയ്തു. ഈ രേഖകളുടെ എല്ലാം പരിശോധന പൂർത്തിയാക്കിയപ്പോഴാണ് ഒരു കമ്പനി മാത്രമല്ല, അല്ലെങ്കിൽ CMRൽ മാത്രമല്ല, വലിയ തുക നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ എക്സലോജി കമ്പനിക്ക് കൂടിയ തുക കൈമാറിയിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്ന് വ്യക്തമല്ല. സ്വാഭാവികമായും അവിടെ ദുരൂഹതകൾ ഏറെയായിരുന്നു. CMRൽ നൽകിയതുപോലെ തന്നെ യാതൊരു സേവനങ്ങളും നൽകാതെ എക്സാലോജിക്കിന്റെ മറവിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ വ്യക്തത എന്തായാലും ഈ കണക്കുകൾ പുറത്തു വരുന്നത് കൂടി, അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തിനൊക്കെയാണ് പണം നൽകിയതെന്ന കാര്യത്തിൽ കുറഞ്ഞപക്ഷം ഒരു വ്യക്തതയെങ്കിലും വരും. എല്ലാ കമ്പനികളും പൂർണ്ണമായും ഇത്തരം കണക്കുകൾ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് കാര്യങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത കാര്യത്തിൽ വരും.